മാസിക എന്ന് പറയുന്നത് 2004 മുതൽ 2020 വരെ പ്രസിദ്ധീകരിക്കപ്പെട്ട രജിസ്റ്റേർഡ് മാസികയാണ്, ക്രിസ്തീയ മാസികയാണ്. എന്നാൽ 2020 കോവിഡ് വന്നതോടുകൂടെ അത് നിർത്തേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരണം നിർത്തിയെങ്കിലും ഞങ്ങളുടെ മറ്റുള്ള പരിപാടികളൊക്കെയും തുടരുകയായിരുന്നു. ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ സുവിശേഷ യോഗങ്ങൾ ചെറിയ രീതിയിൽ നടത്താറുണ്ട്. ഇന്നും അതുപോലെയുള്ള ഒരു ചെറിയൊരു പരിപാടി, ഒരു 15 മിനിറ്റിൽ കവിയാത്ത ഒരു ചെറിയ പരിപാടി. അത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ മറ്റുള്ള വിധത്തിലോ ഏതെങ്കിലും സഭയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെയോ വിദേശത്തിൻ്റെയോ യാതൊരു ഇടപെടലുകളും ഇല്ല. ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾ സ്വയം പാട്ട് 2 വരികൾ പാടി ഞങ്ങൾ ഈ പരിപാടി തുടങ്ങുന്നതായിരിക്കും. ആ പാട്ട് പാടാനായിട്ട് മൈക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. അടുത്ത പാടിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നി താമരയുമി താഴ്വരയിൽ പനിനീർ പുഷ്പം ശാരോനിലവൻ. താമരയുമി താഴ്വരയിൽ വിശുദ്ധരിലതിവിശുദ്ധനവൻ. ആ സൗന്ദര്യ സമ്പൂർണനേ, വിശുദ്ധരിലതിവിശുദ്ധനവൻ. മാ സൗന്ദര്യ സമ്പൂർണനേ, വാഴ്ത്തുനേ എൻ്റെ പ്രിയനേ. ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. ഈ പ്രദേശവാസികളായ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ ഈ വൈകിയവേളയിൽ അറിയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്ന പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ഈ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ മനുഷ്യരോടുള്ള വലിയൊരു പദ്ധതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനുഷ്യവർഗത്തെ ദൈവം ഇത്രമേൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നുപോയി, മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തു, മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് തന്നെ മനുഷ്യന് ദൈവം ശിക്ഷവിധി നടപ്പിലാക്കി. അതായത് ആഗമ പാപം മൂലം മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് പ്രവേശിച്ചു എന്ന് നാം വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്രകാരത്തിൽ പാപത്തിന് അടിമകളായിത്തീർന്ന, പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിൻ്റെ കൂലി സ്വന്തമാക്കിയ മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ വലിയൊരു പദ്ധതിയാണ് 2026 വർഷങ്ങൾക്ക് മുമ്പ്. ആ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ യേശു എന്ന് പറഞ്ഞാൽ മത്തായി എഴുതിയ സുവിശേഷം 1:21 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്:
പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്ന് ദൂതൻ മുഖാന്തരം യോസേഫിന് അരുളപ്പാട് കിട്ടി. അപ്രകാരത്തിലാണ് യേശു എന്ന് പേരിട്ടത്. എന്ന് പറഞ്ഞാൽ യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അർത്ഥം. യേശു ദൈവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ മുഖാന്തരം സകലവും ഉളവായി, അവനെ കൂടാതെ ഉളവായതൊന്നുമില്ല. അപ്പം എല്ലാം ദൈവം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം സർവശക്തനാണ്,